ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആതിര. ഹീലിയസ് ന്യൂറോ റിഹാബിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. ഭിന്നശേഷി വിഭാഗക്കാർക്ക് സാമൂഹ്യനീതി വകുപ്പിൻ്റെ അണ്ടറിൽ ലഭ്യമാകുന്ന ചില പദ്ധതികളെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഭിന്നശേഷി വിഭാഗക്കാർക്ക് വേണ്ടി സാമൂഹ്യനീതി വകുപ്പ് ഒട്ടനവധി പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. അതായത് അവരുടെ വിദ്യാഭ്യാസത്തിനുള്ള പദ്ധതികൾ, ചികിത്സാ ധനസഹായ പദ്ധതികൾ, അവരുടെ വിവാഹത്തിന് ആവശ്യമായ ധനസഹായ പദ്ധതികൾ, പിന്നെ അവരുടെ തൊഴിൽപരമായ ധനസഹായ പദ്ധതികൾ. ഇത്തരത്തിലുള്ള പദ്ധതികളെല്ലാം സാമൂഹ്യനീതി വകുപ്പിന്റെ അണ്ടറിൽ ഭിന്നശേഷി വിഭാഗക്കാർക്ക് വേണ്ടി നടപ്പിലാക്കി വരുന്നു. ഞാനിന്നിവിടെ ഇതിൽ വിദ്യാഭ്യാസത്തിനുള്ള പദ്ധതികളും ചികിത്സാ ധനസഹായ പദ്ധതികളെ കുറിച്ചുമാണ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ സാമൂഹ്യനീതി വകുപ്പിന്റെ അണ്ടറിൽ ഭിന്നശേഷി വിഭാഗക്കാർക്ക് വേണ്ടി നടപ്പിലാക്കി വരുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് വിദ്യാകിരണം. 40% ഭിന്നശേഷിക്കാരായ പാരൻസിന്റെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണിത്. 1ാം ക്ലാസ് മുതൽ ഡിഗ്രി തലം വരെ പഠിക്കുന്നവർക്ക് ഇതിനു വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ള മറ്റൊരു വിദ്യാഭ്യാസ പദ്ധതിയാണ് വിദൂര വിദ്യാഭ്യാസ ധനസഹായ പദ്ധതി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയി പഠിക്കാൻ സാധിക്കാത്ത, വീട്ടിലിരുന്ന് പഠനം നടത്തുന്ന ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണിത്. അവർക്ക് അവരുടെ ഡിഗ്രി തലം വരെ ഓപ്പൺ സ്കൂൾ വഴി പഠനം തുടരാവുന്നതാണ്. ഇതാണ് സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള കുറച്ച് വിദ്യാഭ്യാസ പദ്ധതികൾ. ഇനി സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിൽ ഉള്ള ചികിത്സാ ധനസഹായ പദ്ധതിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നിരാമയ ഇൻഷുറൻസ് പദ്ധതി നാഷണൽ ട്രസ്റ്റ് ആക്ട് 1999 പരിധിയിൽ പെടുന്ന ഓട്ടിസം, സെറിബ്രൽ പാൾസി, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി തുടങ്ങിയവ നേരിടുന്ന വ്യക്തികൾക്ക് 1 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് ധനസഹായം ലഭിക്കുന്ന പദ്ധതിയാണിത്. സാമൂഹ്യനീതി വകുപ്പിന്റെ പരിധിയിൽ പെടുന്ന ഒരു ചികിത്സാ പദ്ധതി കൂടിയാണിത്. ഇത്തരത്തിലെ വിദ്യാഭ്യാസ പദ്ധതികളും ചികിത്സാ പദ്ധതികളും തൊഴിൽപരമായ പദ്ധതികളും സാമൂഹ്യനീതി വകുപ്പിന്റെ അണ്ടറിലെ ഭിന്നശേഷി വിഭാഗക്കാർക്ക് വേണ്ടി നടപ്പിലാക്കുന്നു. നമ്മൾ പാരൻസ് അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരായ മക്കളുള്ളവരുള്ള പാരൻസ് അല്ലെങ്കിൽ അവരുടെ കൂടെ താമസിക്കുന്ന വ്യക്തികൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് അവർക്ക് ആധാർ എടുക്കുക എന്നതാണ്. അതായത് ഫോട്ടോ പതിപ്പിച്ച ഒരു ID കാർഡ് ഇത്തരം ആനുകൂല്യങ്ങൾ ലഭിക്കാൻ നിർബന്ധമാണ്. തീർച്ചയായിട്ടും ആധാർ എടുത്തിരിക്കണം. അതുപോലെ തന്നെ 5 വയസ്സിന് ശേഷം ആധാർ പുതുക്കിയിരിക്കണം. ഇത്തരം ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ സാമൂഹ്യനീതി വകുപ്പിനെ സമീപിക്കുകയാണെങ്കിൽ അവർക്ക് നമ്മുടെ ഫോട്ടോ പതിച്ച ID കാർഡ് തീർച്ചയായിട്ടും ആവശ്യമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ആധാർ തീർച്ചയായിട്ടും എടുത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോസിനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.